ലളിതാ സഹസ്രനാമത്തിൽ 74-ാമത്തെ നാമമാണ് ഭണ്ഡപുത്ര വധോദ്യുക്ത ബാല വിക്രമനന്ദിത എന്നുള്ള നാമം. ബാല ത്രിപുരസുന്ദരി ദേവിയാണ് നമുക്ക് ലളിതാ സഹസ്രനാമം പരിചയപ്പെടുത്തുന്നത്. ശ്രീ ലളിതാ പരമേശ്വരി എന്നും 16 വയസ്സുള്ള ഒരു രൂപത്തിലാണ് കാണപ്പെടുന്നത്. ദേവിയുടെ ശ്വാസം പോലെയുള്ള ബാല ത്രിപുരസുന്ദരി 9 വർഷമുള്ള ഒരു ചെറിയ കുഞ്ഞായിട്ടാണ് ഇവിടെ ദർശനം തരുന്നത്. ദേവിയുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അതേസമയം രുദ്രാക്ഷമാലയും പുസ്തകവും അഭയവരദഹസ്തയായിട്ടാണ് ദേവി കാണപ്പെടുന്നത്. ഭണ്ഡപുത്രന്മാർ, ചതുർബാഹു, ചകോരാക്ഷൻ എന്നൊക്കെ പറഞ്ഞ 30 പേരുടെ പേര് പറയുന്നുണ്ട്. അങ്ങനെ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ 30 പേരെ ഭണ്ഡാസുരൻ പറഞ്ഞയക്കുന്നു. അവരൊക്കെ വരുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ബാല ത്രിപുരസുന്ദരി ദേവിയോട് ചെന്നിട്ട് അപേക്ഷിക്കുകയാണ്, അമ്മേ, എന്നെ ഈ യുദ്ധത്തിന് പോകാൻ അനുവദിക്കണം, സമമായിട്ടുള്ളവരുടെ കൂടെ യുദ്ധം ചെയ്യണം. ഭണ്ഡപുത്രന്മാർ യുദ്ധത്തിന് വരുന്നുണ്ടെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാൻ ഞാനാണ് വാസ്തവത്തിൽ അർഹിക്കുന്നവൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേവി വളരെ, നീ ചെറിയ കുഞ്ഞാണ്, നിനക്ക് എന്തെങ്കിലും യുദ്ധത്തിൽ പറ്റിയാൽ ഞാൻ എന്ത് ചെയ്യും, നീ എൻ്റെ ശ്വാസം പോലെയാണ് എന്നൊക്കെ പല രീതിയിൽ യുദ്ധത്തിന് ബാലാദേവി പോകാതിരിക്കാൻ ശ്രമിച്ചുവെന്നും ദേവിയുടെ പരാക്രമം ഉള്ളിൽ അറിയുന്നതുകൊണ്ട് പിന്നീട് സമ്മതിച്ചുവെന്നും തൻ്റെതായ കവചത്തിൽ നിന്ന് ഒരു കവചമുണ്ടാക്കി കൊടുത്തു, തൻ്റെ വില്ലിൽ നിന്നൊരു രഥമുണ്ടാക്കി കൊടുത്തു, കർണീരഥം എന്ന് പറയുന്നത് എന്നൊക്കെ പിന്നീട് ദേവി ബാല ത്രിപുരസുന്ദരി എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് യുദ്ധത്തിന് പോയി. മന്ത്രിണി ദണ്ഡിനി ദേവിക്ക് വീണ്ടും പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്തോളാമെന്ന്. പക്ഷേ അങ്ങനെ സമ്മതിച്ചില്ല എന്നും ഈ മഹാത്രിപുരസുന്ദരിക്ക് അംഗദേവത, ഉപാംഗദേവത, പ്രത്യംഗദേവത എന്നൊക്കെ പറയുന്ന ദേവതകളുണ്ട്. ശ്രീ ദേവിയുടെ അംഗദേവതയാണ്, സാക്ഷാത് അംഗദേവതയാണ് ബാല. കൈ കാലുപോലെ ഉപാംഗദേവതകളാണ് അന്നപൂർണ, പ്രത്യംഗദേവതയാണ് അശ്വാരൂഢ എന്നൊക്കെ പറയും. ദേവിയുടെ ശ്വാസം പോലെയാണ് ദേവി. അങ്ങനെ ബാല ത്രിപുരസുന്ദരി യുദ്ധത്തിന് പോയപ്പോൾ ദേവി വിഷമിച്ചിരുന്നതായിട്ടും അവിടുത്തെ വൃത്താന്തങ്ങളൊക്കെ മറ്റുള്ളവർ വഴി ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരുന്നതായിട്ടും ദേവിയുടെ അതിശയമായ പരാക്രമം കൊണ്ട് ഭണ്ഡപുത്രന്മാരൊക്കെ ഹനിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു എന്നുള്ള വൃത്താന്തം കേട്ടു. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ദേവിയെ മടിയിലിരുത്തി സന്തോഷിച്ചു എന്നൊക്കെയുള്ള വൃത്താന്തം ലളിത ഉപാഖ്യാനത്തിലുണ്ട്. ഭണ്ഡപുത്ര വധോദ്യുക്ത ബാല വിക്രമനന്ദിത, അങ്ങനെ ഭണ്ഡപുത്രന്മാരെ ബാലാംബിക കൊന്നു. അതിൽ ദേവി വളരെ സന്തോഷിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. ഈ ദേവിക്കും സാക്ഷാത് ത്രിപുരസുന്ദരിക്കും യാതൊരു വ്യത്യാസവുമില്ല എന്നൊക്കെ പറയും. അതായത് പഞ്ചദശാക്ഷരി മന്ത്രമാണ് ദേവി ഉപാസകന്മാർക്ക് ഏറ്റവും ശ്രേഷ്ഠം, ശ്രീവിദ്യ എന്നൊക്കെ പറയും. ബാല ത്രിപുരസുന്ദരിയുടെ മന്ത്രവും അതാണ്. ലഘു പഞ്ചദശാക്ഷരി എന്ന് പറഞ്ഞിട്ട് ഈ മഹാത്രിപുരസുന്ദരിയുടെ മന്ത്രം കൊടുക്കുന്നതിന് മുമ്പേ എല്ലാവർക്കും കൊടുക്കുന്ന മന്ത്രമാണ് ബാല മന്ത്രം. അത് എത്രയോ തവണ ജപിച്ച് ചിത്തശുദ്ധി വന്നവർക്കാണ് ഷോഡശാക്ഷരി മന്ത്രോപദേശം നൽകുന്നത്. ഇതൊക്കെ മന്ത്രദീക്ഷ ഗുരുക്കന്മാർക്ക് അറിയുന്ന സമ്പ്രദായങ്ങളാണ്. അപ്പോൾ ബീജാക്ഷരങ്ങളിൽ വാസ്തവത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് പറയും. ഇതൊക്കെ ഗുരുമുഖേന അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ബാലാംബിക അല്ലെങ്കിൽ ബാല ത്രിപുരസുന്ദരി ദേവിക്കും ശ്രീ ലളിതാംബിക ദേവിക്കും വലിയ വ്യത്യാസമൊന്നും ദീക്ഷാ സമ്പ്രദായത്തിൽ കൽപ്പിക്കുന്നില്ല. അങ്ങനെ ഒരാളെ ഉപാസിക്കുന്നത് മറ്റൊരാളുടെ ഉപാസനയ്ക്ക് സഹായകരമാണ് എന്നൊക്കെ ഈ ശ്രീവിദ്യ സമ്പ്രദായം അനുഷ്ഠിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഈ ബാല ത്രിപുരസുന്ദരിയുടെ പരാക്രമത്തിൽ പ്രഹർഷിതയാണ് ദേവി എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതേപോലെ മന്ത്രിണി ദേവിക്കും ദണ്ഡിനി ദേവിക്കും അംഗോപാംഗ ദേവതകളുണ്ട്. മന്ത്രിണി ദേവിയുടെ അംഗമാണ് ലഘുശ്യാമള,
ഉപാംഗ ദേവതയാണ് വാഗ്വാദിനി, പ്രത്യംഗ ദേവതയാണ് നകുലി, ദണ്ഡനാഥാദേവിയുടെ അംഗദേവതയാണ് ലഘുവാർത്താളി, ഉപാംഗ ദേവതയാണ് സ്വപ്നവാർത്താളി, പ്രത്യംഗ ദേവതയാണ് തിരസ്കരണി. ഇതിൽ നകുലി, തിരസ്കരണി ഇവരൊക്കെ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തു. നകുലി ദേവി സർപ്പിണി എന്ന് പറയുന്ന അസുര രാക്ഷസിയുടെ സർപ്പങ്ങളൊക്കെ കടിച്ചു നിന്ന് കൊന്നു നകുലി എന്നും. അതേപോലെ ദണ്ഡനാഥാദേവിയുടെ തിരസ്കരണി ദേവി ഒരു സമയത്ത് ആഗ്നേയാസ്ത്രം കൊണ്ട് ശക്തിസേനകളൊക്കെ ചൂടെടുത്ത് വലഞ്ഞ് ദാഹിച്ച് ഇരുന്നപ്പോൾ തിരസ്കരണി എന്ന് പറയുന്ന ദേവി തമോലിപ്തം എന്ന് പറയുന്ന വിമാനത്തിൽ കയറി വന്നതായിട്ടും അവിടെ മുഴുവൻ തണുപ്പും ഇരുട്ടും ഉണ്ടാക്കിയതായിട്ടും അതുകൊണ്ട് ശക്തിസേനകൾക്കൊക്കെ ജീവൻ തിരിച്ചു കിട്ടിയതായിട്ടും ഇങ്ങനെ ഈ സാക്ഷാത് ത്രിപുരസുന്ദരിയുടെ അംഗദേവതകൾക്കും ഇതിൽ പങ്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാന പങ്ക് ശ്രീ ലളിതാംബികയുടെ അംഗദേവതയായ ബാലാ ത്രിപുരസുന്ദരിക്കുണ്ട്. ബാലാ ത്രിപുരസുന്ദരി 30 ഭണ്ഡപുത്രന്മാരെ വധിച്ചു. 30 ഭണ്ഡപുത്രന്മാർ ആണവം, കർമ്മം, മായ എന്നുള്ള 3 മലങ്ങളുടെ പ്രതീകങ്ങളാണ്. 3 മനോദോഷങ്ങളുടെ പ്രതീകങ്ങളാണ്. 3 മനോദോഷങ്ങൾ 10 ഇന്ദ്രിയങ്ങളോട് കൂടി ചേരുമ്പോൾ 30 പേരായി. അങ്ങനെ 30 ഇന്ദ്രിയങ്ങളിലൂടെ നമുക്കുണ്ടാകുന്ന മനോദോഷങ്ങളെ മുഴുവൻ ബാലാ ത്രിപുരസുന്ദരി നശിപ്പിക്കാൻ പ്രാപ്തയാണ് എന്നൊക്കെയാണ് ഈ മന്ത്രം ചുരുക്കത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധത്തിൻ്റെ തത്വങ്ങളാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വിശദ വിവരങ്ങൾ കേൾക്കാം.